എല്ലാം ഫുൾ ക്രെഡിറ്റും ഗുരുക്കൾക്കാണ്. വീട്ടിലെ ടൈം സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കളരിയിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. വാള് തന്ന് സ്വീകരിച്ചു. ഡ്രസ്സിങ് സ്റ്റൈലെല്ലാം ഡിഫറെന്റ് കളരി തീമിലായിരുന്നു. താലിമാല അത് എനിക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയി തോന്നി. ആക്ച്വലി എടുക്കാൻ പറ്റില്ല, ആർക്കും അറിയത്തില്ല, എല്ലാവരും നമ്മളിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. നിങ്ങളൊരു പ്രണയവിവാഹം തന്നെ ആയിരുന്നോ? ശരിക്കല്ല, എൻ്റെ അമ്മ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ശില്പയുടെ അമ്മയും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഒരേ പാഷനിൽ ഫോളോ ചെയ്യുന്ന രണ്ടുപേര് ചേരുമ്പോൾ അത് ഓക്കെ ഇല്ലേ? ടൈമേ ഇല്ല. നമ്മൾ ഫുൾ ഓട്ടോ അങ്ങനെ കുംഫു പഠിക്കാനായിരുന്നു ഭയങ്കര ആഗ്രഹം. കളരിപ്പായിട്ടാണ് മദർ ഓഫ് ഓൾ മാർഷൽ ആർട്ട്. ഇപ്പൊ ഈ കുംഫു ഇതെല്ലാം വന്നത് കളരിയിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തത് ഞാൻ തന്നെയാണ്. ഏകദേശം ഒരു 1 year ഞാൻ സ്ട്രഗിൾ ചെയ്തു. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ കളരിത്തറയിൽ ഇത്രയും അലങ്കരിച്ച് അതിനെ ചെയ്ത് ഇതിനൊരു ഭംഗിയുണ്ട്. ശരിക്കും സ്ക്രീനിന്റെ മുൻപ് നമ്മൾ രണ്ടുപേരും കൊണ്ടുവന്ന ഗുരുക്കൾ തന്നെ. ഇതെല്ലാം സ്ക്രിപ്റ്റഡ് ആക്കി ഒരു 1 month ബാക്ക് ഇതിൽ വർക്കുണ്ട്. സേവ് ദ ഡേറ്റ് പോലും കല്യാണത്തിന് മുമ്പ് ഇറക്കാത്ത തന്നെ ശരിക്കും എല്ലാവരും വന്നു പോകും. കാണാൻ ഒരു ദിവസം കൊണ്ടാണ് മീഡിയ അങ്ങ് പത്രത്തിലെല്ലാം ഭയങ്കരമായിട്ട് വന്നത്. അത്രയും അടിപൊളി കല്യാണമായിരുന്നു. ഇതിലൊരു സ്പെഷ്യാലിറ്റി ഉള്ളത് കല്യാണ സദ്യ കഴിച്ചിട്ടില്ല. അത് മാത്രം മീഡിയക്കാര് കാണല്ലേ എന്നുണ്ടായിരുന്നു. കല്യാണത്തിന് ചപ്പാത്തി കഴിക്കുന്ന ആകെ ഒരേ ഒരു കല്യാണ ചെറുക്കൻ കണ്ട സമയത്ത് ഞാൻ പറഞ്ഞു ഇതാണ് എന്റെ പ്രശ്നം, അതൊന്ന് മനസ്സിലാക്കിക്കണം. ഫ്രണ്ട്സ് ഉൾപ്പെടെ ചോദിക്കുന്നു നീ കല്യാണത്തിനൊപ്പം എന്ത് ചെയ്യും? ഇങ്ങോട്ടും കിട്ടും അങ്ങോട്ടും കൊടുക്കും. കല്യാണത്തിന് മുമ്പ് 2 ദിവസം മുമ്പ് പെർഫോമൻസ് ഉണ്ട്. അപ്പൊ ചെറിയൊരു കട്ടൊക്കെ ന്യൂസ് പേപ്പറിൽ വരുന്ന ഫോട്ടോ നമ്മൾ രണ്ടുപേരെയും അതായിരുന്നു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഹായ്, ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ സ്നേഹ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് വളരെ സ്പെഷ്യലായ 2 ആളുകളാണ്. ഡിസംബർ 28 വിവാഹിതരായ 2 നവവധൂവരന്മാരാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് പ്രത്യേകതയുള്ള ഒരു വിവാഹമായിരുന്നു അവരുടേത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. രാഹുൽ ആൻഡ് ശില്പ കൃഷ്ണ, സ്വാഗതം. അപ്പോൾ കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് കളരിയുടെ പശ്ചാത്തലത്തിൽ നടന്നൊരു വിവാഹം, കളരിത്തറ കതിർമണ്ഡപമാക്കി അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്ന ഒരു സ്പെഷ്യൽ മാരേജ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാവോ? അത് ഒരുപാട് സന്തോഷം. കാരണം കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ശരിക്കും ഇങ്ങനെ ഒരു കളരി എന്ന് പറയുമ്പോൾ ഒരു മാർഷൽ ആർട്ടാണ്. അപ്പൊ ആ മാർഷൽ ആർട്ട് ആ കാറ്റഗറി എടുക്കുമ്പോൾ തന്നെ മാർഷൽ ആർട്ട് വെഡിങ് തന്നെ അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ല. അപ്പം ലോക ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ഒരു കളരി വെഡിങ് ആണ്. പിന്നെ ശരിക്കും ഇതിന്റെ എല്ലാം ഫുൾ ക്രെഡിറ്റും ഗുരുക്കൾക്കാണ്. കാരണം നമ്മൾ ഈ ഒരു കളരിത്തറയില് കല്യാണം നടക്കുക എന്ന് പറയുന്നത് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അതിനൊരു പോസിബിലിറ്റി ഉണ്ടോ? പിന്നെ ഇവിടെയൊക്കെ നമ്മൾ എപ്പോഴും ആ ഒരു ഓസ്പിഷ്യസ് സ്പേസ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ അവിടെ അങ്ങനെ ഒരു കല്യാണം പോസിബിൾ ആണോ? അപ്പൊ നമ്മളിങ്ങനെ നമുക്ക് മൈൻഡിൽ ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ് ഒരു ആഗ്രഹം, നമ്മളെ കല്യാണം ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ്ങിൽ നടത്തണമെന്നായിരുന്നു ആഗ്രഹം. അതെ, അപ്പൊ നമ്മളെ കരിയർ എല്ലാം ഇവിടെ നമ്മൾ പഠിച്ചതും വളർന്നതും കുഞ്ഞുകാലം മുതലേ ഇവിടെ തന്നെയാണ്. വീട്ടിലെ ടൈം സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കളരിയിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ തന്നെ ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ അത് ഒരു ഭയങ്കര മെമ്മറബിൾ ഇതായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഗുരുക്കളിനോട് ചോദിച്ചു. അപ്പൊ ഗുരുക്കൾ അതിനെന്താ ഒരു കുഴപ്പമില്ല, നമുക്ക് നടത്തിക്കളയാം. അങ്ങനെ പിന്നെ പ്ലാനിലൊക്കെ വന്നപ്പോഴാണ് ഇതിങ്ങനെ ഒരു എന്താ പറയുക ഒരു ഡിഫറെന്റ് വെഡിങ് ആണ്, ഇതുവരെ നടക്കാത്തൊരു വെഡിങ് ആണ്. അങ്ങനെ പിന്നെ അതങ്ങനെ പതുക്കെ പതുക്കെ വൈറലായി തുടങ്ങി. ഇപ്പോ നിങ്ങൾ പറഞ്ഞപ്പോ ഡെസ്റ്റിനേഷൻ വെഡിങ് മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ ആദ്യം ഇങ്ങനെ നമ്മളൊരു കളരിയുടെ ഒരു ഇതിലൊക്കെ ചെയ്യാമെന്നുണ്ടായിരുന്നു മനസ്സിലാവും, അതോ വേറെ എന്തെങ്കിലും ഒരു ഐഡിയ ആയിരുന്നു ഉണ്ടായിരുന്നത്? അല്ല, ശരിക്കും നമുക്ക് കളരി, അതായത് കളരിത്തറയില് ഒരു കളരി തീം വന്ന് ചെറിയ തീം വന്ന കൊള്ളായിരിക്കും. ആരുടെയായിരുന്നു ഐഡിയ ആദ്യമായിട്ട് അങ്ങനെ ഒന്നും ചെയ്യാന്നുള്ളത്? നമുക്ക് രണ്ടുപേർക്കും ഈ ഒരു ഇതിലായതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ഡെസ്റ്റിനേഷൻ വെഡിങ്ങിൽ ഇങ്ങനെ ഓരോന്ന് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.
അപ്പൊ ആരും ഒരാൾ പറഞ്ഞപ്പം നമ്മൾ പറഞ്ഞു എനിക്ക് അത് ഉണ്ടായിരുന്നു മൈൻഡിൽ, പക്ഷെ അത് പോസിബിൾ ആണോ ആണോ? അങ്ങനെ പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെ ഡിസൈഡ് ചെയ്ത ഗുരുക്കളിനോട് തന്നെ ചോദിക്കാം, നോക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോ എന്ത് പറഞ്ഞു ഗുരുക്കള്? യേശു പറഞ്ഞു, ഉടനെ യേശു പറഞ്ഞു. അതെ. എന്തെങ്കിലും ലിമിറ്റേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു? ഇപ്പൊ ഇങ്ങനെ ഒരു വിവാഹം ആദ്യമായിട്ടാണ് നടക്കുന്നത്, അപ്പം ഇതിന്റെ സമ്പ്രദായത്തിൽ തന്നെ എന്തെങ്കിലും ഒരു ഇങ്ങനെ നടക്കാൻ പാടില്ല അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? പൊതുവെ ഈ മണ്ഡപത്തിലൊക്കെ നടത്തുമ്പം രജിസ്ട്രേഷൻ പ്രോസസ്സും അങ്ങനെയൊക്കെ അതെല്ലാം അവർ തന്നെ ആയിരിക്കും നോക്കും. അത് മാത്രം നമ്മളൊന്ന് ജസ്റ്റ് അതിന്റെ ടൈം പീരീഡ് കുറച്ച് എക്സ്റ്റെൻഡ് ആവും, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫുൾ എഫേർട്ട് നമ്മളെ കളരി ടീമിനായിരുന്നു. കാരണം ഇത്രയും അലങ്കാരങ്ങളും ഒരു മണ്ഡപമാകുമ്പോൾ നമ്മളൊന്നും നോക്കണ്ട, ജസ്റ്റ് ഈവന്റ് മാനേജ്മെന്റ് വന്ന് അവരെ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ഒരു കളരിത്തറ ഇത്രയും അലങ്കരിച്ചെടുക്കാനും ഏകദേശം ഒരു 2 ആഴ്ച ഇതിന്റെ ബാക്കിൽ ഫുൾ ടീം വർക്കിംഗ് ആയിരുന്നു. ഈവൻ ആ കല്യാണത്തിന്റെ ആ ടൈം പോലെ ഒരു 40 മെമ്പേഴ്സ് ഓഫ് കളരി ടീം വോളണ്ടിയറിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ക്രൗഡ് ഒരു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ക്രൗഡായിരുന്നു. അതെല്ലാം പ്രോപ്പർലി മാനേജർ ആയിരുന്നു. അതിനെല്ലാം ഫുൾ ക്രെഡിറ്റ് അഗസ്ത്യൻ ടീമിന് തന്നെയാണ്. എന്തായിരുന്നു ഇതിന്റെ ആ ഒരു പ്രോസസ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയർ? ഈ കളരിയിൽ നടന്നൊരു വിവാഹം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു കതിർ മണ്ഡപത്തിൽ അമ്പലത്തിലൊക്കെ വെച്ച് നടക്കുന്ന അങ്ങനത്തെ ഒരു പ്രോസസ്സ് തന്നെ ആയിരുന്നു ഇവിടെയും, അതോ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത ഉണ്ടായിരുന്നു അതിന്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയാം? കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. കളരി ട്രഡീഷൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാനായിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോർമലി കാണുന്ന കല്യാണങ്ങൾക്കൊന്നും ഇങ്ങനെ താലി എല്ലാവരുടെ കൊണ്ടുപോയി അങ്ങനെയൊന്നും ഇതെല്ലാം ഗുരുക്കൾ തന്നെയാണ് ഡിസൈൻ ചെയ്തത്. കാരണം ആദ്യം ഇപ്പം വരനെ സ്വീകരിക്കുന്ന മുതൽ നോക്കിക്കഴിഞ്ഞാൽ വാള് തന്ന് സ്വീകരിച്ചു. അതുപോലെ അവിടെ നിന്ന് പിന്നെ നമ്മളെ ഡ്രസ്സിങ് സ്റ്റൈലെല്ലാം ഡിഫറെന്റ് കളരി തീമിലായിരുന്നു. പിന്നെ നമ്മൾ ആനയിച്ച് കൊണ്ടുവന്നതും മറ്റേ കളരി വേഷത്തിൽ എല്ലാവരും വാളും പരിചയോടുകൂടിയൊക്കെ ആയിരുന്നു വന്നത്. പിന്നെ ഇവിടെ കളരിയിലേക്ക് ഇറങ്ങുമ്പോൾ പൊതുവേ നമ്മൾ തൊഴുത് കയറൽ ആ ഒരു പ്രോസസ്സ് ഉണ്ട്. കളരി ഇറക്കം, തൊഴുതെടുപ്പ്, പൂത്തറ വണക്കം ഒക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അഗസ്ത്യത്തിൽ തന്നെ നമ്മൾ ശരിക്കും സന്ധ്യാവന്ദനം എന്ന് പറഞ്ഞ ഡെയിലി ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അതും നമ്മൾ പൂത്തറയുടെ മുന്നിൽ ചെയ്തിരുന്നു. അപ്പൊ ഇവിടെ ഇരിക്കുന്ന യോഗലിംഗ ഗുരുക്കൾ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തതാണ്. അപ്പൊ അതിന്റെ മുന്നിൽ നിന്ന് നമ്മൾ ചെയ്യാൻ പറ്റി. പിന്നെ ശരിക്കും കുറെ ഡിഫറെന്റ് ആയിട്ട് മിഴാവ് ഉണ്ടായിരുന്നു, ഗുരുക്കളുടെ ഐഡിയ ആയിരുന്നു. എല്ലാം ഭയങ്കര ഡിഫറൻസ് കൊണ്ടുവരാനായിട്ട് ഗുരുക്കള് ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ താലിമാല അത് എനിക്ക് ഭയങ്കര അട്രാക്ടിങ് ആയി തോന്നി. അതായത് നമ്മളെ ഈ പൂർണ്ണ കുംഭത്തില് താലിമാല വെച്ചിട്ട് എല്ലാ വിശിഷ്ട നമ്മളെ ചെങ്കൽ ശിവക്ഷേത്രത്തിൽ നിന്ന് സ്വാമിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പലരെ അനുഗ്രഹത്തോടെയാണ് അതിങ്ങനെ ഒരു പ്രോസസ്സിലൂടെ വന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ആരും വിഷ്വലി എടുക്കാൻ പറ്റിയില്ല, ആർക്കും അറിയത്തില്ല. എല്ലാവരും നമ്മളിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു പ്രോസസ്സ് ബാക്കിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി, അങ്ങനെ ഫോട്ടോഗ്രാഫി ഉണ്ടായിരുന്നു അല്ലേ? നമുക്ക് തന്നെ ടീമിലുണ്ട്, നമ്മുടെ ടീമിലുണ്ട്. പക്ഷെ അത് കംപ്ലീറ്റ്ലി ഫുൾ കവർ ആയപ്പോ അവർക്ക് ജസ്റ്റ് ടേൺ ചെയ്താൽ തന്നെ പിന്നെ ബാക്കിയുള്ള വിഷ്വൽസ് എടുക്കാൻ പറ്റിയില്ല. ഇപ്പോ നോർമലി നമ്മൾ കണ്ടുവരുന്ന വിവാഹത്തിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നുന്നത് എന്താണ് നിങ്ങളുടെ ഒരു വിവാഹത്തില് ഈ ഒരു കളരിയുടെ ഒരു പശ്ചാത്തലത്തിൽ നടന്നപ്പോ? ശരിക്കും എനിക്ക് തോന്നുന്ന ആ കളരി പ്രോസസ്സ് തന്നെയാണ്. ആ തൊഴുത് കയറലും ലാസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞ് കോമൺലി ഒരു ഗുരുവണക്കവും നമ്മൾ ചെയ്തിട്ടാണ് കഴിഞ്ഞത്. ഇപ്പൊ ആ ഒരു താലികെട്ടൊക്കെ നമ്മൾ നോർമലി ഒരു ചടങ്ങ് കാണുമല്ലോ, ആ രീതി തന്നെയാണോ പിന്തുടർന്നത്? അതെ, നോർമൽ തന്നെയായിരുന്നു. പിന്നെ ഞാൻ ചെറിയ ദേഹശുദ്ധി പോലെയൊക്കെ ഉള്ള പ്രോസസ്സുകൾ ചെയ്തിട്ടാണ് വന്നത്. ഇതിന്റെ ഇടയ്ക്ക് എനിക്കൊന്ന് ആർക്കും കിട്ടാത്ത ഒരു ഭാഗ്യം, ഇങ്ങനെ വാളും പരിചയൊക്കെ വെച്ചിട്ടുള്ള ഒരു പ്രൊസീജിയർ, അതിന്റെ പേര് എനിക്കറിയില്ല. അപ്പൊ അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതെ, അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതും ഇങ്ങനെ നമ്മൾ അതിന്റെ ഒരു ഡിസൈനിൽ ചെയ്തതാണോ? ഇത് നമ്മൾ ചെയ്യുന്ന കാര്യമായതുകൊണ്ട് ഗുരുക്കളെ പെട്ടെന്ന് ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോ പിന്നെ അത് ബുദ്ധിമുട്ടില്ലായിരുന്നു നമ്മൾ ചെയ്യുന്നത്. ആക്ച്വലി നിങ്ങൾ എത്ര നാളായിട്ട് ഇവിടെ കളരി ഈ ഒരു പരിശീലനത്തിനുണ്ട്? ശരിക്കും എനിക്ക് മുമ്പ് ശില്പം വന്നിട്ടുണ്ടായിരുന്നു. വളരെ കുഞ്ഞിലെ ഞാനിവിടെ ഉണ്ട്. കുറച്ചു കാലം കഴിഞ്ഞപ്പോ അത് എനിക്ക് തോന്നുന്നു ഒരു 5 ഇയേഴ്സോളം ഞാനിവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചെറിയൊരു ബ്രേക്കായി സ്റ്റഡീസ് ഒക്കെ ആയിട്ട്. അപ്പോഴാണ് രാഹുലാശൻ ജോയിൻ ചെയ്തത്. അപ്പൊ കുഞ്ഞിലെ ശില്പ ഗുരുക്കൾ യോഗ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ കുഞ്ഞിലത്തെ ഫോട്ടോകളുണ്ട്.
അപ്പൊ ഞാൻ വരുന്ന ടൈമിൽ ശില്പ ബ്രേക്ക് എടുത്ത് പോയി. അപ്പൊ ഞാൻ കണ്ടിട്ടില്ല. രാഹുൽ ആക്ച്വലി പഠിക്കാൻ വന്നതാണ് ഇവിടെ. പഠിക്കാൻ വന്നതാണ് പഠിക്കാൻ. അങ്ങനെ ഞാൻ വന്ന് കണ്ടിന്യൂസ് ആയപ്പോഴാണ് ഗുരുക്കൾ ഒരു സമ്പ്രദായം എന്ന് പറയുന്ന പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് TTC പ്രോഗ്രാം. അപ്പൊ ഫസ്റ്റ് TTC പ്രോഗ്രാമിൽ ഞാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കോഴ്സ് കഴിഞ്ഞ് ആശാനായി കുറച്ചുകൂടെ കഴിയുമ്പോൾ അടുത്ത TTC പ്രോഗ്രാമിലേക്ക് ശില്പ അഗെയിൻ റീജോയിൻ ചെയ്യും. അങ്ങനെയാണ് പിന്നെ നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. അപ്പോ എന്താണ് നിങ്ങളൊരു പ്രണയവിവാഹം തന്നെ ആയിരുന്നോ? ശരിക്കല്ല, കാരണം നമ്മളൊരു നോർമൽ എന്താ പറയുക കരിയർ പോലെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ശില്പ ആശാനായി അങ്ങനെ പഠിപ്പിച്ചു പോകുന്നു. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞു നമ്മൾ അഗസ്ത്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ പ്രായക്കാർക്കും കളരി അഭ്യസിക്കാം. അപ്പൊ എന്റെ അമ്മ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ശില്പയുടെ അമ്മയും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. അപ്പൊ അവര് രണ്ടുപേരും തമ്മിലൊരു ഡിസിഷൻ, ഇങ്ങനെ ഒരു അഭിപ്രായം അവര് പറഞ്ഞു. രണ്ടുപേർക്കും അത് ഓക്കെ ആയിരുന്നു. അപ്പൊ അവര് നമ്മളോട് പ്രസന്റ് ചെയ്ത് നമ്മൾ പറഞ്ഞ ഓക്കെ കുഴപ്പമില്ല, ബട്ട് നമുക്ക് ടൈം വേണം, കുറച്ചുകൂടെ ടൈം ആവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വളയിടൽ ചടങ്ങ് കഴിഞ്ഞിട്ട് തന്നെ 2 വർഷമായി. ടോട്ടൽ 5 വർഷമായി. 5 വർഷമായി നിശ്ചയം കഴിഞ്ഞിട്ടല്ലേ? അപ്പൊ നിങ്ങള് ഒരു പാർട്ട്ണറും കളരിയിൽ നിന്ന് തന്നെയുള്ള ഒരാളാവണം നേരത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു? കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ നമ്മൾ ചിന്തിച്ചപ്പോ ഒരു കൊള്ളാം, നമ്മൾ വളർന്നതും എല്ലാം ഒരേ പാഷനിൽ ഫോളോ ചെയ്യുന്ന രണ്ടുപേര് ചേരുമ്പോ അത് ഓക്കെ ഇല്ലേ എന്നുള്ളത്. പിന്നെ അതങ്ങനെ ആണോ? ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നുന്ന ഒരു കാര്യം എന്താണ്? നിങ്ങൾ രണ്ടുപേരും കളരി പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ തന്നെ നിൽക്കുന്നവരായതുകൊണ്ട് തോന്നുന്നൊരു പോസിറ്റിവിറ്റി എന്താ? ഒരേ ഫീൽഡിൽ തന്നെ ഒരേ രീതിയിൽ തിങ്ക് ചെയ്യാൻ, ഒരേ രീതിയിൽ പാഷനിൽ വർക്ക് ചെയ്യാൻ. പിന്നെ നമ്മൾ രണ്ടുപേരും പാർട്ട്നേഴ്സ് ആണ്. ഈ ഇത് പെർഫോമൻസ് ചെയ്യുമ്പോൾ 2-3 പ്രോഗ്രാം ഐറ്റംസിൽ നമ്മൾ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ പല റെസ്പോൺസ് കിട്ടുന്ന നല്ല പോസിറ്റീവാണ് രണ്ടുപേരും ചെയ്യുമ്പോൾ. ഇപ്പോ നിങ്ങൾ വീട്ടുകാർ പറയുന്നതിന് മുമ്പല്ല ഒരിക്കൽ പോലും നിങ്ങൾ ഇവിടെ ഒന്നിച്ചാണ് ഇടപഴകിയിട്ടുള്ളത്. അപ്പോഴൊന്നും ഒരു പ്രണയമൊന്നും ടൈമേ ഇല്ല. നമ്മള് ഫുൾ ഓട്ടോ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. കാരണം എല്ലാരും നമ്മളൊരു ഫാമിലി പോലെയാണ്. കാരണം ആ ഒരു എഫേർട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ടോട്ടൽ ഫാമിലി ആയിട്ടാണ് ഇങ്ങനെ നമ്മൾ നിന്ന് പോകും. അപ്പൊ ആ ഒരു തോട്ട് ശരിക്കും അമ്മയും ഇത് പറഞ്ഞതിന് ശേഷമാണ് നമ്മള് അതുകൊണ്ട് ആ ടൈം വേണം എന്ന് പറഞ്ഞു. ഇപ്പോ നിങ്ങൾ വേറെ എന്താണ് പഠിച്ചതൊക്കെ? ഞാൻ BSc കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് ജോയിൻ ചെയ്യുന്നത്. ഇവിടുത്തെ TTC കോഴ്സ് പിന്നെ ഇവിടെ തന്നെയാണ്, വേറെ എങ്ങും പോയിട്ടില്ല. ഞാനും BA ഇംഗ്ലീഷ് ആണ്, സെക്രട്ടറിയിലായി വർക്ക് ചെയ്യുന്നു. ബട്ട് ഞാൻ പറഞ്ഞു ഇപ്പൊ പാഷൻ ഇതായതുകൊണ്ട് ഞാൻ അവിടെ ലോങ് ലീവ് എടുത്ത് കളരിയിൽ ഫുൾ ടൈം ആയിട്ട്. ഈ ലൈഫ് കളറിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാന്നുള്ളൊരു തീരുമാനം എങ്ങനെയാണ് എത്തിപ്പെടുന്നത് അതിലേക്ക്? ശരിക്കും കുഞ്ഞിലെ എനിക്ക് ഈ മാർഷൽ ആർട്ടിനോട് ഭയങ്കര ഒരു ക്രേസ് ആയിരുന്നു. അപ്പോ ആദ്യമൊക്കെ എനിക്ക് കുംഫു, കാരണം നമ്മളെ ടൈം പീരീഡ് നോക്കുമ്പോൾ ബ്രൂസ്ലി ആ ഒരു കാലഘട്ടങ്ങളാണ്. അപ്പം അതുമായതുകൊണ്ട് എനിക്ക് കുംഫു പഠിക്കാനായിരുന്നു ഭയങ്കര ആഗ്രഹം. പക്ഷെ വീട്ടില് അച്ഛന് എന്റെ ക്യാരക്ടർ അറിയാതെ കൊണ്ട് അങ്ങനത്തെ ഒന്നും വിട്ടിട്ടില്ല. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ കളരിയെ പറ്റി അറിഞ്ഞു. കാരണം കളരിപ്പായിട്ടാണ് മദർ ഓഫ് ഓൾ മാർഷൽ ആർട്ട്. ഇപ്പൊ ഈ കുംഫു ഇതെല്ലാം വന്ന് കളരിയിൽ നിന്നാണ്. അപ്പൊ അതിനോട് കുറച്ചുകൂടെ പഠിക്കാൻ അതിനെ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ എനിക്ക് കളരി എന്തുകൊണ്ട് പഠിച്ചു, നമുക്ക് കുറച്ചുകൂടെ ഈസിയാണ്, കേരളത്തിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. അപ്പൊ കേരളത്തിൽ ഉള്ള ഒരു മാർഷൽ ആർട്ട് തന്നെ പഠിക്കാം. അങ്ങനെ നോക്കി നടന്ന ഒരു ശരിക്കും അങ്ങനെ കറക്റ്റ് നമുക്ക് ആ ഒരു ഇത് കിട്ടിയില്ല. ഇപ്പോ ചില എന്താ പറയാ ആ ഒരു അറ്റൻഷനോട് കൂടി ഗുരുക്കളുടെ അടുത്ത് തന്നെ പഠിക്കാൻ ആ ഒരു ഇത് കിട്ടിയിട്ടില്ലായിരുന്നു. ഏതോ ഒരു സാഹചര്യത്തിൽ എങ്ങനെയോ ഞാൻ വീട് വെക്കുന്ന സ്ഥലത്ത് ഇവിടെ 3 കിലോമീറ്റർ അപ്പുറത്താണ് എൻ്റെ വീട് പണി കഴിയുന്ന സമയത്താണ് നമ്മൾ പോകുന്നത്. അങ്ങനെ പോയി വന്നപ്പോൾ ഇവിടെ ഫ്ലെക്സ് കണ്ടു, ഇറങ്ങി ഗുരുക്കളായിട്ട് സംസാരിച്ചു, അങ്ങനെ ജോയിൻ ചെയ്തു. പഠിക്കാനായിട്ട് വന്നു, ഇപ്പൊ പഠിപ്പിക്കുന്നു. ശില്പയോ? ഞാൻ വളരെ ചെറുതിലെ എന്ന് പറയുമ്പോൾ എൻ്റെ ഫാമിലി ഗുരുക്കളുടെ ഫാമിലിക്ക് കുറച്ച് അറിയാം. അപ്പോൾ ഞാൻ യോഗയ്ക്കാണ് ഫസ്റ്റ് വരുന്നത് വളരെ കുഞ്ഞിലെ. എനിക്കങ്ങനെ ആ സമയത്ത് പാഷനായിട്ടൊന്നും അല്ല. അത് കഴിഞ്ഞ് ചെയ്താണ് എനിക്കിതൊരു പാഷനായി മാറിയത്. പിന്നെ എനിക്ക് വേറെ എന്തിലും ഇൻട്രസ്റ്റ് ഇല്ല. സത്യം പറഞ്ഞാൽ നമുക്ക് പാഷനുള്ള ഒരു കാര്യത്തിൽ വർക്ക് ചെയ്യാനും കൂടെ പറ്റുക എന്ന് പറയുന്നത് അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ലല്ലോ. അപ്പൊ അതായതുകൊണ്ടാണ് ഇനി വേറൊന്നുമില്ല, ഇവിടെ തന്നെയാണ് ഫ്യൂച്ചർ എന്നുള്ളൊരു. എല്ലാത്തിനും ഉപരി നമ്മളെ ഹെൽത്ത് ആണ് ഇന്നത്തെ ജനറേഷൻ. നമ്മൾ ഹെൽത്ത് ആണ്. കാരണം ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഹെൽത്തും എന്തായാലും ഒരു രീതിയിൽ ഹെൽത്തി ആയിട്ട് പോകുന്നു.
പാഷനിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു, എല്ലാം നോക്കുമ്പം ഇത് എന്തുകൊണ്ടും നല്ലതാണ്. ഇപ്പൊ നിങ്ങൾ നോർമലി നമ്മൾ ഫാമിലീസ് ഒക്കെ ഇങ്ങനെ കളരിയിലൊക്കെ പോകുമ്പം, കാരണം നമ്മൾ പഠിച്ച ഫീൽഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ, ഫാമിലിയൊക്കെ സപ്പോർട്ടായിരുന്നോ ഈ കാര്യങ്ങളിലൊക്കെ? എന്തെങ്കിലുമൊക്കെ പറയാറുണ്ടോ നിങ്ങൾ പഠിച്ചത് ജോലിക്ക് ഫേസ് ചെയ്തത് ഞാൻ തന്നെയാണ്. കാരണം ഉറപ്പായി ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ളവർക്ക് ഒരു ഗവൺമെന്റ് ജോബ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഇതാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു ലോങ് ലീവ് എന്നൊക്കെ പറഞ്ഞപ്പം ഏകദേശം ഒരു 1 year ഞാൻ സ്ട്രഗിൾ ചെയ്തു. പക്ഷെ എൻ്റെ അമ്മ ഫുൾ സപ്പോർട്ട്. അമ്മയോട് ഞാൻ കാര്യം അവതരിപ്പിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ഓക്കെ നിന്റെ ഡിസിഷൻ ആലോചിച്ചെടുക്കുക, ഫ്യൂച്ചറൊക്കെ കണ്ട് ചെയ്യാം. എനിക്ക് ഉറപ്പാണ് ഞാൻ എടുത്ത ഡിസിഷൻ ഒരിക്കലും റോങ് അല്ല. എനിക്ക് ഫുൾ ഗുരുക്കളിനോട് ട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്ത ഡിസിഷനും എനിക്ക് ഉറപ്പായിട്ടും അതിൽ മുന്നോട്ട് എനിക്ക് പോകാൻ പറ്റും, ഹെൽത്തി ആയിട്ട് തന്നെ പോകാൻ പറ്റും. അതിലാണ് ശില്പയുടെ വീട്ടിൽ എങ്ങനെയായിരുന്നു ഇതിലേക്ക് ഇറങ്ങാന്നൊക്കെ പറയുമ്പോഴത്തേക്ക്? ആദ്യം എൻ്റെ വീട്ടിൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു കുഞ്ഞിലേ. പിന്നെ തിരിച്ചു വരുമ്പോൾ അപ്പോഴും അമ്മ തന്നെയാണ് പുഷ് ചെയ്തത്, ജസ്റ്റ് പോയി നോക്കാം അങ്ങനെയൊക്കെ വന്നു. പിന്നെ അവർ എന്നോട് ചോദിക്കുകയാണ്, നീ ഇനി എന്താണ് പ്ലാൻ, ഫ്യൂച്ചർ പ്ലാൻസ്, വേറെ സ്റ്റഡീസിന് പോകുന്നില്ല? അപ്പോൾ എന്നോട് ചോദിച്ചു, അച്ഛനാണെങ്കിലും ചോദിച്ചു, ഇനി എന്താണ് നെക്സ്റ്റ്? ഞാൻ പറഞ്ഞു കളരി തന്നെ കണ്ടിന്യൂ ചെയ്യണം, അതാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. സോ അപ്പോൾ അവർ ഓക്കെ, നിനക്കതാണ് ശരിയായിട്ട് തോന്നുന്നതെങ്കിൽ കണ്ടിന്യൂ ചെയ്തോളാം. അങ്ങനെ അവരും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ മാരേജിന്റെ തീം നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് പറയുമ്പോൾ ഫാമിലീസിലുള്ള ഒരു ഇതുണ്ടായിരുന്നു. കാരണം നമ്മൾ നോർമലി കല്യാണം നടക്കുമ്പോഴത്തേന് അയലോക്കത്തുള്ളവരെ വിളിക്കണം, ഒരുപാട് പേരെ വിളിച്ചിട്ട് ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഫംഗ്ഷൻ, എല്ലാ അച്ഛനമ്മമാരുടെ ഒരു ആഗ്രഹം അതായിരിക്കുമല്ലോ. ഇവിടെ നിന്ന് പറയുമ്പം കുറച്ച് ലിമിറ്റേഷൻസ് കാണും ആളുകളെ കൊണ്ടുവരാനും പങ്കെടുപ്പിക്കാനൊക്കെ. അപ്പൊ ആ വീട്ടുകാരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? എൻ്റെ സൈഡിൽ നിന്ന് തുടക്കത്തിൽ അവർക്ക് എല്ലാം മാക്സിമം എൻ്റെ ഇഷ്ടത്തിന് അമ്മ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു നമുക്ക് മിതമായി, അതായത് ഫാമിലി കുറച്ച്, അതുകൊണ്ട് നമ്മൾ രണ്ടുപേരെ വീട്ടിൽ നിന്നും ഒരു 50-50 മെമ്പേഴ്സേ ഉണ്ടായിരുന്നു, ഫാമിലി മാത്രം. ബാക്കിയെല്ലാം എൻ്റെ കളരി ടീം തന്നെയായിരുന്നു. കാരണം നമുക്ക് ഇപ്പോൾ ഏകദേശം 1500 സ്റ്റുഡൻസ് ഉണ്ട് വേൾഡ് വൈഡ് തന്നെ. അപ്പോൾ പലരും ബാംഗ്ലൂരിനും ഈവൻ പുറത്തുനിന്നൊക്കെ അവർ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ സ്റ്റേ ചെയ്ത് കല്യാണം കാണാനും. പിന്നെ ഇവിടെ ചുറ്റുവട്ടത്ത് നമ്മൾ ട്രിവാൻഡ്രത്ത് 6 സെന്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഫുൾ എൻ്റെ ടീം കളരി തന്നെ. നമ്മൾ ഫാമിലി മെമ്പേഴ്സ് നോക്കി ഒരു 50-50 മെമ്പേഴ്സേ ഉണ്ടായിരുന്നു. പിന്നെ കളരിയിലൂടെ കല്യാണം അവർക്കും ശരിക്കും എങ്ങനെ ആയിരിക്കും, അവരെ കാര്യങ്ങളിലെല്ലാം കറക്റ്റ് ആയിട്ട് ഒക്കെ ചെയ്യുമോ, കാരണം ആ ഒരു വിശ്വാസങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ അമ്പലത്തിൽ വെച്ച് നടത്തണമെന്നൊക്കെ ഒരു സജഷൻ വന്നു. ഞാൻ പറഞ്ഞു ഇല്ല, നമ്മൾ കല്യാണം കഴിക്കണമെങ്കിൽ ഇവിടെ തന്നെ ആയിരിക്കും ഫുള്ളി താലികെട്ടില്ല. ശില്പയുടെ വീട്ടിൽ എന്ത് പറഞ്ഞു? ആദ്യം കുറച്ച് സ്ട്രഗിൾ ഉണ്ടായിരുന്നു, കാരണം അച്ഛനും അമ്മയും സമ്മതിച്ചാലും ഈ ഫാമിലി വേറെ ആൾക്കാരുണ്ടല്ലോ സംസാരിക്കാം. അപ്പൊ അവരൊക്കെ ചോദിക്കും അതെങ്ങനെ പോസിബിൾ ആണ്, പലരും ഈ സ്പേസ് കണ്ടിട്ടുകൂടെ ഇല്ല, അത്രയും ഇത്രത്തോളം വലുതാണെന്നോ നമ്മുടെ കളരിയെ പറ്റിട്ട് അങ്ങനെ വലിയ ഐഡിയ ഇല്ലാതെ അവർ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ പക്ഷെ ഇപ്പോ എല്ലാരും ഭയങ്കര ഹാപ്പിയാണ്. അവര് എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ ഒരു, കാരണം ഒരു മണ്ഡപം എടുത്താലും അതിനൊരു ഭംഗിയുണ്ട്, പക്ഷെ കളരിത്തറയിൽ ഇത്രയും അലങ്കരിച്ച് അതിനെ ചെയ്ത ഇതിനൊരു ഭംഗിയുണ്ട്. എന്തായാലും ഡിഫറെന്റ് ആയിരുന്നു. ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് തോന്നിയത് നിങ്ങളുടെ എനിക്ക് തോന്നുന്നു വിവാഹ വസ്ത്രങ്ങൾ, അതും ട്രഡീഷണലി ഉള്ള കളരിയുടെ വസ്ത്രങ്ങൾ തന്നെയാണ് നിങ്ങൾ യൂസ് ചെയ്തിരുന്നത്. പിന്നെ അതേപോലെ സാരി നോർമലി ഉള്ളത്. പക്ഷെ അതിനു മുമ്പ് ഇടയ്ക്ക് 1-2 പിക്സ് ഞാൻ കണ്ടു നിങ്ങളുടെ കളരിയുടെ ട്രഡീഷണലുള്ള. അത് ട്രഡീഷണലുള്ള പക്ക ഡ്രസ്സ് തന്നെയാണോ നിങ്ങൾ യൂസ് ചെയ്തത്? ശരിക്കും നമ്മൾ സേവ് ദ ഡേറ്റ് വീഡിയോ ആയിരിക്കും അത്. അതെ, കളരി കോസ്റ്റ്യൂം തന്നെ. ഗുരുക്കളുടെ വൈഫ് തന്നെയാണ് കോസ്റ്റ്യൂം ഡിസൈൻ എല്ലാം ചെയ്തത്. ഇപ്പൊ ആ സേവ് ഡേറ്റ് വീഡിയോ കണ്ടപ്പോ ഞാൻ ചോദിച്ചത് ഇതെന്താണിത്, ശരിക്കും ഇത് ആരാണിത് കൊറിയോഗ്രാഫി ചെയ്തത്? കാരണം ഒരു സിനിമ നമ്മൾ ഉറുമി സിനിമ കാണുന്ന പോലൊരു എനിക്ക് അങ്ങനെ തോന്നി. അത് ആരുടെ ആയിരുന്നു ഐഡിയ? അങ്ങനെ ഒരു എല്ലാം ഗുരുക്കൾ തന്നെ ആയിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്യാൻ ഉറപ്പ് നിങ്ങളുടെ ഒരു ഇതെങ്ങനെയായിരുന്നു? നമുക്ക് പിന്നെ ചിന്തിക്കാല്ല, ഗുരുക്കള് നമ്മള് ഒരുപാട് നമ്മളെ ശരിക്കും സ്ക്രീനിന്റെ മുൻപ് നമ്മൾ രണ്ടുപേരെയും കൊണ്ടുവന്ന ഗുരുക്കൾ തന്നെയാണ്. അപ്പൊ അറിയാം ഗുരുക്കൾ എടുക്കുന്ന ലെവല് എങ്ങനെയൊക്കെ തന്നെ അറിയാം.
അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ഗുരുക്കൾ എടുക്കാന്ന് പറയുമ്പോൾ നമുക്ക് കൺഫേം പിന്നെ ഒന്നും നോക്കിയില്ല. അതേപോലെ കല്യാണത്തിന്റെ ആ സമയത്ത് എനിക്ക് വരനെ ആനയിച്ചു കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സും വളരെ ഡിഫറെന്റ് ആയിരുന്നു. കാരണം എന്താ ഇത് പറയുന്നത്, മറ്റേ ഓലക്കൊടയിലൊക്കെ ചൂടി എല്ലാം ഗുരുക്കളുടെ ആ ഒരു വിഷയം. ഇത് ശരിക്കും ഒരു ഇതെല്ലാം സ്ക്രിപ്റ്റഡ് ആക്കി ഒരു 1 month ബാക്ക് ഇതിൽ വർക്ക് ഉണ്ട്. ഒരു മാസത്തെ പ്രിപ്പറേഷൻ ആയിരുന്നല്ലേ. പലരും ചോദിച്ചു ഏത് ഇവന്റ് മാനേജ്മെന്റിനാണ് കൊടുത്തത്. അങ്ങനെ ഇല്ല, എല്ലാ അഗസ്ത്യത്തിന്റെ ടീമിന്റെ ഹാർഡ് വർക്കാണ് എല്ലാ കാര്യങ്ങളും. ഇതിലെന്തൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഒരു കാര്യം എന്താണ്? കാരണം ഇത് ചെയ്തു വരണമല്ലോ എന്നുള്ള, കാരണം ഇങ്ങനൊരു മാരേജ് ഇവിടെ നടത്തുമ്പോൾ ഒരു ലിമിറ്റേഷൻ ആയിട്ട് വന്നത് എന്താണ്? ശരിക്കും ലിമിറ്റേഷൻ ആകുമോ എന്നുള്ള ഡൗട്ടായിരുന്നു. കാരണം അത്രയും ക്രൗഡ് വരുമ്പോൾ ശരിക്കും നമ്മൾ ഈ സേവ് ദ ഡേറ്റ് പോലും കല്യാണത്തിന് മുമ്പ് ഇറക്കാത്ത തന്നെ ശരിക്കും എല്ലാവരും വന്നു പോകും. കാരണം ഒരു ക്യൂരിയോസിറ്റി ആണല്ലോ കളരി കല്യാണം കാണാൻ. ഒരു ദിവസം കൊണ്ടാണ് മീഡിയ അങ്ങ് പത്രത്തിലെല്ലാം ഭയങ്കരമായിട്ട് വന്നു. അപ്പം നമുക്ക് മനസ്സിലായി ഇനി ക്രൗഡ് നമ്മൾ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യണം. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അത് മാനേജ് ആയി. ടീം മൊത്തം ഇറങ്ങി, അത് സൂപ്പറായി. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു എങ്ങനെ മാനേജ് ചെയ്യും. ഇത് നമ്മൾ അറിയിച്ചതാണോ അത് അവർ അറിഞ്ഞു വന്നതാണോ, എങ്ങനെയായിരുന്നു? മീഡിയ കുറെ പേര് അറിഞ്ഞു വന്നത്. നമ്മളെ ഈ ഒരു കളരി നമ്മൾ അഗസ്ത്യത്തിന്റെ ഒരു കാർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കളരി കല്യാണം എന്നുള്ളത്. അത് ഭയങ്കരമായിട്ട് അങ്ങ് ഷെയർ ആയി, പിന്നെ അങ്ങനെ അറിഞ്ഞ് വന്നതായിരുന്നു. പ്രതീക്ഷിച്ചിരുന്നു ഇത്രയും ഒരു മീഡിയ കവറേജ് ഒക്കെ? ലാസ്റ്റ് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ന്യൂസ് പേപ്പേഴ്സിൽ വരുന്നത് വരെ അത്രയൊന്നുമില്ല. അത് വന്നു കഴിഞ്ഞപ്പോ നമ്മൾ പിന്നെ കുറെ കോളുകൾ വന്നു തുടങ്ങി, കുറച്ച് കവർ ചെയ്യാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ വിവാഹം കഴിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു സമയത്ത് ആളുകളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? കാരണം ഇതിനു മുമ്പ് ചിലപ്പോൾ കുറ്റം പറഞ്ഞവരായിരിക്കും ഇതെങ്ങനെ പോസിബിൾ ആകും എന്നൊക്കെ ചോദിച്ചാൽ, അവരൊക്കെ ഇത് കഴിഞ്ഞ് എന്താ പറയുന്നത്? അവരൊക്കെ സത്യം പറഞ്ഞാൽ അന്ന് വൈകിട്ട് തന്നെ അതിന്റെ ആൻസർ തന്നു. എവിടെയും കണ്ടിട്ടില്ല, അവർക്ക് എന്താ സത്യത്തിൽ പറയണേന്ന് അറിയില്ല. അത്രയും അടിപൊളി കല്യാണമായിരുന്നു, ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു, എല്ലാവരും വന്ന് പറഞ്ഞു. സദ്യയൊക്കെ എങ്ങനെയായിരുന്നു അതറിയട്ടെ, അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സദ്യ ശരിക്കും നമ്മൾ ഇവിടെ തന്നെയാണ് പ്രിപ്പയർ ചെയ്തത്. അതിനെന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നു? ഇതിലൊരു സ്പെഷ്യാലിറ്റി ഉള്ളത് കല്യാണ സദ്യ കഴിച്ചിട്ടില്ല. അതെന്താ? ഞാൻ കുഞ്ഞിലെ സദ്യ ചോറ് കഴിക്കാറില്ല, റൈസ് ഐറ്റംസ് ഒന്നും കഴിക്കില്ല, ഒന്നും കഴിച്ചിട്ടില്ല. അയ്യോ, സ്വന്തം കല്യാണത്തിന്റെ കഴിച്ചുകൂടായിരുന്നു? അത് മാത്രം മീഡിയക്കാര് കാണല്ലേ എന്നുണ്ടായിരുന്നു. ഇപ്പൊ അറിഞ്ഞല്ലോ, സ്വന്തം കല്യാണത്തിന് ഫുഡ് കഴിക്കാത്ത ഒരേ ഒരു ചെറുക്കൻ ഇതായിരിക്കും. പക്ഷെ കഴിച്ചു, ഇലയില് ചപ്പാത്തി വെച്ച് കഴിച്ചു. കല്യാണത്തിന് ചപ്പാത്തി കഴിക്കുന്ന ആകെ ഒരേ ഒരു കല്യാണ ചെറുക്കൻ. അപ്പൊ ശില്പ പറഞ്ഞില്ലേ കുറച്ചെങ്കിലും കഴിക്കാൻ നമ്മുടെ കല്യാണത്തിന്റെ ഫുഡ്? കണ്ട സമയത്ത് ഞാൻ പറഞ്ഞു ഇതാണ് എന്റെ പ്രശ്നം, അതൊന്ന് മനസ്സിലാക്കിക്കണം. ഒരുപാട് പേര് ട്രൈ ചെയ്തു. കാരണം ഞാൻ കുഞ്ഞിലെ മുതലേ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈം മുതലേ ഫ്രണ്ട്സ് ഉൾപ്പെടെ ചോദിക്കുന്നത് നീ കല്യാണത്തിനൊപ്പം എന്ത് ചെയ്യും? അതിന് ശരിക്കും ഇത്രയും വർഷത്തെ ചോദ്യത്തിന് ഒരു ഉത്തരം ഇന്നലെ കഴിഞ്ഞു. കല്യാണത്തിനോട് ഞാൻ മാറ്റത്തില്ലെന്നുള്ളത്. അപ്പൊ ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് ഇങ്ങനെ നിങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ട് ഇൻഡിവിജ്വൽസ് ആണ്. അപ്പോൾ വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് വർഷങ്ങളായിട്ട് ഇവിടെ അറിയാം. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു എന്താ പറഞ്ഞ രാഹുലിന്റെ ഈ ഇത് ഭയങ്കര പ്രശ്നമാണ്, കല്യാണം കഴിച്ചാലും മാറ്റാൻ പറ്റത്തില്ല, അങ്ങനെ തോന്നിയ എന്തെങ്കിലും കാര്യമുണ്ടോ? പോസിറ്റീവോ നെഗറ്റീവോ? നെഗറ്റീവ് ആദ്യം പറയും, നമുക്ക് പോസിറ്റീവ്ലി പിന്നെ കിടക്കാം. ഈ കാര്യത്തിൽ ഇപ്പം ഭയങ്കര പ്രശ്നമാണ്, അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ആള് കംഫർട്ടബിൾ ആണ് എല്ലാ കാര്യത്തിലും. പിന്നെ റൈസ് കഴിക്കില്ല, ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ടി വരുമല്ലോ. അത് കുറച്ച് എളുപ്പമാണ്, കാരണം ദോശ ഇഡലിയൊക്കെ ചുട്ടാൽ മതി. ചോറാകുമ്പോ ഒരുപാട് കറി വയ്ക്കണം, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പോസിറ്റീവ്. ശില്പയുടെ ശരിക്കും നമ്മളെ ഒരു ക്വാളിറ്റി എന്ന് പറയാൻ, നമ്മൾ രണ്ടുപേരും റിലേഷൻഷിപ്പ് കല്യാണത്തിലേക്ക് വരണ മുമ്പ് നമ്മൾ തമ്മിൽ നമ്മളെ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എല്ലാം സംസാരിച്ച് നമ്മളെല്ലാം അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയാണ്. അതുകൊണ്ട് ഒരു പ്രശ്നം നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. എല്ലാം ഓപ്പണായി നമ്മൾ സംസാരിക്കാനുള്ള ഒരു ഹൈഡും ഒരു ഇതുമില്ല. പിന്നെ ഒരു രണ്ടുപേരും മാർഷൽ ആർട്ട് ഒരു ഇത് കിടക്കുന്നതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും, എല്ലാത്തിനും ഫേസ് ചെയ്യാൻ നമ്മൾ എന്തിനും റെഡിയാണ് എപ്പോഴും. ഇവിടെ ആക്ച്വലി വഴക്കൊക്കെ ഉണ്ടാവാറുണ്ട്. ഐ മീൻ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ എന്താ പറയുന്നത്, പരിശീലനത്തിനിടയിലൊക്കെ എന്തിലൊക്കെ പറഞ്ഞിട്ടൊക്കെ? ഇല്ല, ഷൗട്ടും ബഹളവും. പിന്നെ ഇത് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ പിന്നെ അങ്ങനെ സോഫ്റ്റ്നെസ് ഒന്നും ഇല്ല, ഇങ്ങോട്ടും കിട്ടും അങ്ങോട്ടും കൊടുക്കും.
ഇത് കഴിഞ്ഞ എന്തിനൊക്കെ പറയാറുണ്ടോ, അതായത് നീ എന്തിനാ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ഇരുന്നു? അത് ഐ മീൻ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടി. കറക്റ്റ് ചെയ്യാൻ അപ്പൊ കല്യാണത്തിന് മുമ്പ് 2 ദിവസം മുമ്പ് പെർഫോമൻസ് ഉണ്ട്, അപ്പൊ ചെറിയൊരു കട്ടൊക്കെ. ആണോ? അപ്പം അത് നിങ്ങൾ ഓൾറെഡി ഇപ്പൊ 2 വർഷമായിട്ട് ഇത് എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുമല്ലോ, അപ്പൊ കുറെ കൂടെ കൂടിയോ പരാതികൾ? അതായത് നീ എന്തിനാ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തത്? കാരണം കാണിച്ചില്ല വീട്ടുകാരൊക്കെ കാണിച്ചിട്ടില്ല. ഇവിടെ പിന്നെ പ്രത്യേകിച്ച് പരാതി. ശരിക്കും നമ്മൾ പെർഫോമൻസിന് പോയപ്പോ ആരും വലിയ അറിഞ്ഞില്ല. നമ്മൾ ഇതുപോലെ ഷൂട്ടിന് പോകണമെന്ന് പറഞ്ഞിട്ട് അന്നൊരു ഷൂട്ട് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് നൈസായിട്ട് ഒരു പെർഫോമൻസ്. കാരണം കല്യാണത്തിന് ഒരു 1 ഡേ കിടക്കുകയാണ്, മറ്റന്നാ കല്യാണം, അങ്ങനെയാണ് നമ്മളൊരു പെർഫോമൻസ് ചെയ്യാൻ പോയത്. ഇപ്പോൾ ഈ കളറിയൊക്കെ പഠിക്കുന്നവരോട് നമുക്ക് പ്രധാനമായിട്ടും പുറത്തുള്ളവർക്ക് ചിലപ്പോൾ അറിയേണ്ട കാര്യമായിരിക്കും, നിങ്ങളുടെ ഈ ലൈഫ് സ്റ്റൈലും ഫുഡൊക്കെ എങ്ങനെയാണ്? നോർമലി ഉള്ള പോലൊക്കെ തന്നെയാണോ, അതോ നോർമൽ ഫുഡ് തന്നെയാണ്? എന്തെങ്കിലുമൊക്കെ ഒഴിവാക്കാറൊക്കെ ഉണ്ടോ? ഫുഡ് ഇത് വേണ്ട അത് വേണ്ട എന്നൊക്കെ വെച്ചിട്ട് കുറച്ചുകൂടെ നമ്മൾ സെലക്റ്റീവ് ആവും. കാരണം കുറച്ചുകൂടെ നമ്മൾ അത്രയും എക്സൈറ്റഡ് ആവുന്നതുകൊണ്ട് നല്ലപോലെ വെള്ളം പ്രോപ്പറായിട്ട് കുടിക്കുന്നുണ്ട്. പിന്നെ പ്രോട്ടീൻ കണ്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡുകൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യും, കഴിക്കാറുണ്ട്. ഇപ്പം ടോട്ടലി എല്ലാവർക്കും അറിയാലോ കുറച്ച് പ്രോട്ടീൻ വേണം, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ സെലക്റ്റീവ് ആയിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കഴിച്ചു പോകുന്നു. ഹെൽത്ത് വൈസ് ആണ്. പലരും ചോദിക്കാറുണ്ട് ഇങ്ങനെ നോൺ വെജ് കഴിക്കാമോ അങ്ങനെയൊക്കെ. മാക്സിമം ജങ്ക് ഫുഡ് ഒക്കെ ഒഴിവാക്കി. നിങ്ങൾ നോൺ വെജ് കഴിക്കാറില്ലേ? നോർമലി ലൈറ്റ് ആയിട്ട്. ഇപ്പൊ അങ്ങനെ വലിയ നോൺ വെജ് ഇപ്പൊ എഗ് ഒക്കെ ആയിരിക്കും, അങ്ങനെ ഒരുപാട് കഴിക്കാറില്ല. ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ നമ്മൾ ഈ കളറി പഠിച്ചത് കൊണ്ട് ഏറ്റവും ഭയങ്കര ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നൊരു കാര്യം എന്താണ്? ഫിയർലെസ് മൈൻഡ്. അതെ, ഉറപ്പായിട്ടും പെൺകുട്ടികൾക്കാണ്. നമ്മളിവിടെ ഏറ്റവും കൂടുതലും സ്ത്രീകളാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ പറയുന്നത്, നമ്മൾ ഇടയ്ക്ക് ഡൽഹിയിൽ IKESന്റെ പ്രോഗ്രാം, നമ്മൾ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിന്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു കളരിയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് IKES മേളയിൽ പോയപ്പോൾ നമ്മൾ അവിടെ രാഗ എന്ന് പറഞ്ഞ കുട്ടി വാളും പരിചയം ചെയ്തപ്പോൾ ആ കുട്ടിയുടെ ചെവി കട്ടായി വാള് കൊണ്ട്. ആരും അറിഞ്ഞില്ല. ആ കട്ടായ ടൈമിൽ അത് വെച്ചുകൊണ്ട് തന്നെ പെർഫോം ചെയ്തു. ബാക്കി പെർഫോമൻസ് എല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് രാഗ വന്ന് പറയുന്നു, ഇതുപോലെ ഇനി ചെറിയൊരു കട്ടുണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 2 സ്റ്റിച്ച് ഇട്ടു. അപ്പൊ അതിനുശേഷം അവിടുത്തെ എല്ലാവരെയും ടോക്ക് എന്ന് പറയുന്നത്, എങ്ങനെ ഒരു കുട്ടിക്ക് ഇത്രയും റെസിലിയൻസ് ഉണ്ടാവുന്ന ഒരു പെൺകുട്ടി, ഒരു പാറ്റയെ കണ്ട പേടിച്ചോടുന്ന പെൺകുട്ടിയുടെ ജനറേഷനാണ്, എങ്ങനെ അത്രയും ആ ഒരു റെസിലിയൻസ് അവർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നു? ഉറപ്പായിട്ടും കളരി പ്രാക്ടീസിലൂടെയാണ് പറ്റുന്നത്. ഫിസിക്കലി നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും ഭയങ്കര കളരി പഠിക്കുന്നത് കൊണ്ട് ഭയങ്കര ഓക്കെ ആയിരിക്കും അല്ലേ? ഉറപ്പായിട്ടും നമ്മൾ കാരണം വിഗറസ് ട്രെയിനിങ് ആണ്. ഏറ്റവും കൂടുതലും നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഗ്രൗണ്ടിലുള്ള മൂവ്മെന്റ്സ് എക്സസൈസ് ആണ്. പിന്നെ ആയിരിക്കും വെപ്പൺ ട്രെയിനിങ്ങിലേക്ക് വരണം. വെപ്പൺ ട്രെയിനിങ് നമ്മൾ വരുമ്പോൾ ഓട്ടോമാറ്റിക് അഗ്രസീവ് ആയേ പറ്റൂ. കാരണം ഒരടി മാറിയ കട്ടും എല്ലാം ഒരുപാട് മുറിവുകൾ കിട്ടുന്ന ഇതാണ്. ഓക്കെ, ലൈഫിൽ ഈ കളരി പഠിച്ചത് കൊണ്ട് അത്രയും ഒരു സ്പെഷ്യൽ മൊമെന്റ് എന്ന് പറയാൻ എന്തായിരിക്കും നിങ്ങൾ രണ്ടുപേരുടെ ലൈഫിൽ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു അവാർഡോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർഫോമൻസ് ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ ഫസ്റ്റ് ഒരു ശക്തി പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്ത മീൻസ് അതൊരു ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങളുടെ 2 പേരും ആയിട്ടുള്ള ഒരു ചെറിയ സീക്വൻസ് ഉണ്ടായിരുന്നു. ലൈക്ക് ആ ഒരു ഫോട്ടോ പിറ്റേ ദിവസം ന്യൂസ് പേപ്പറിൽ വരുന്ന ഫോട്ടോ നമ്മൾ 2 പേരെയും അതായിരുന്നു. ശില്പ ഇങ്ങനെ കച്ച കെട്ടി എന്നെ തറയിൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ വിവാഹം കഴിഞ്ഞു, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഹണിമൂൺ ആണ്. എങ്ങോട്ടേക്കാണ് ഹണിമൂൺ ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഓരോ ചെറിയ പ്ലാനിങ്ങിലൊക്കെ ജമ്മുവിലേക്കൊക്കെ പോവാൻ വേണ്ടി മാക്സിമം ഇവിടെ തിരിച്ചിനി വരണം ക്ലാസ്സുകൾ. കാരണം ഒരുപാട് ക്ലാസ്സുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് വേണ്ടി അവരിപ്പോ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നമ്മൾ 2 പേരും മാറുമ്പോൾ ഉടനെ വരണം. അപ്പൊ നിങ്ങൾ തന്നെയാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള പരിശീലകർ? അല്ല, നമ്മളൊരു ടീം ഓഫ് ആശാമാരുണ്ട് എല്ലാവരും ചേർന്ന്. എല്ലാവരും ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇവിടെ ഇപ്പൊ എത്ര കോഴ്സുകളുണ്ട് ടോട്ടൽ? നമുക്ക് പ്രോഗ്രാംസ് ആണ്, അത് 8-9 പ്രോഗ്രാംസ് ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞത് ഏത് പ്രായക്കാർക്കും പ്രാക്ടീസ് ചെയ്യാവുന്ന. അപ്പം ഇപ്പൊ കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ നിത്യം 30 വയസ്സിന് മുകളിലുള്ളവർക്ക് നല്ലുടൽ, അത് യോഗ ബേസ്ഡ് കളരി ഫിറ്റ്നസ് പ്രോഗ്രാം. 60 വയസ്സിനുള്ളവർക്ക് പ്രാണ, ഒരു താഴ്ച ബ്രീത്തിങ് പ്രോഗ്രാം. പിന്നെ ഗുരുക്കൾ തന്നെ ഡയറക്ട്ലി ഇനിഷ്യേറ്റ് ചെയ്യുന്ന അകം മെഡിറ്റേഷൻ പ്രോഗ്രാം, തേജസ് വെയിറ്റ് ലോസ് പ്രോഗ്രാം, സിലംബം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്.
ഓക്കെ, അപ്പോൾ വളരെ മനോഹരമായിട്ട് എനിക്കൊന്ന് ആരും ഇതുവരെയായിട്ട് കാണാത്തൊരു കല്യാണം എല്ലാവർക്കും കാണാൻ പറ്റി. പക്ഷെ അത് എല്ലാവരും ഇങ്ങനെ അറിഞ്ഞു വരുന്നതേ ഉള്ളെന്ന് തോന്നുന്നു. കാരണം മീഡിയയിലൂടെ ഒക്കെ ഇങ്ങനെ അറിഞ്ഞ് എനിക്ക് തോന്നുന്നു ഇനിയും ഒരുപാട് പേരുകൾ വരുമായിരിക്കും കാണാനും. കളരിക്ക് ഒരു വലിയ മൈലേജ് ആണ്. കാരണം ഇപ്പൊ ഒരു റിവൈവിങ് സ്റ്റേജ് ആണ് കളരി. ബ്രിട്ടീഷ് ടൈമൊക്കെ കഴിഞ്ഞിട്ടുള്ള റിവൈവിങ് സ്റ്റേജ് ആണ്. പിന്നെ ഇതിന്റെ ഒരു വാല്യൂ ഇപ്പൊ അറിഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ വേൾഡ്. കാരണം ഇതിൽ നിന്നാണ് എല്ലാം വന്നിരുന്നുള്ള. ഈവൻ നമ്മളെ ഇന്ത്യയിലുള്ളവർ ആർക്കും പലർക്കും അറിയത്തില്ല ഇതൊരു മാർഗമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിലൂടെ എനിക്ക് തോന്നുന്നു ഇതും വളരെയേറെ ഇനിയും പ്രശസ്തിയിലേക്ക് എത്തും. അപ്പൊ അങ്ങനെ ഉണ്ടാവട്ടെ. അപ്പൊ നിങ്ങൾക്കും നല്ലൊരു ഫ്യൂച്ചർ, ഹാപ്പി മാരീഡ് ലൈഫ് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.